യൂട്യൂബിൽ നിങ്ങളെല്ലാവരും മോണിറ്റൈസേഷൻ്റെ പിന്നാലെ ഓടുകയാണല്ലേ. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? എന്തായിരുന്നു നിങ്ങളുടെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ എന്തൊക്കെ ഒരു ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത്. ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയായിട്ട് ബന്ധപ്പെട്ട് എവറസ്റ്റ് കീഴടക്കിയ ആളുകളുടെ വീഡിയോസും അവരുടെ കുറേ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് യൂട്യൂബുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ട് ഒരു സംഭവം തോന്നി. അതായത് ഇതുപോലെ തന്നെയാണോ നമ്മുടെ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ വരുന്നത്. കാരണം അൾട്ടിമേറ്റ് ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നതുപോലെയുള്ള യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പലർക്കും എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന പണിയുള്ള അത്രയൊക്കെ പോലെയാണ് കരുതുന്നത്. എന്നാലും പറയുകയാണ്, നമ്മൾ ഈ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ബേസിക്കലി ഒരുപാട് പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അവർ കയറി തുടങ്ങിയിട്ട് ഞാനിതിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നും കേട്ടോ, അതായത് പറയട്ടെ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഈ ബേസ് ക്യാമ്പിൽ എത്തും. പിന്നെ അവിടുന്ന് ഓരോ ക്യാമ്പുകളിലായിട്ട് 4ഓളം ക്യാമ്പുകളൊക്കെ കയറിയിട്ടാണ് ഈ എവറസ്റ്റിലേക്ക് പോകുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്തുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ ആദ്യത്തെ ക്യാമ്പ് എത്തി. ആക്ച്വലി ആദ്യത്തെ ക്യാമ്പല്ലല്ലോ എവറസ്റ്റ് കീഴടക്കുക എന്ന് പറയുന്നത്. ഇവിടെയും അതുതന്നെയാണ്. അതായത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവലല്ല. നിങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തുന്നത് പോലെ മാത്രം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ നിങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തുന്നത് പോലെ മാത്രമാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മോണിറ്റൈസേഷൻ സെറ്റ് ചെയ്യരുത്. ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പലരും മനസ്സിലാക്കാത്ത കാര്യം, ഒരാൾ മോണിറ്റൈസേഷൻ ആയി എന്ന് വിചാരിക്കുക. ഈ മോണിറ്റൈസേഷൻ ആയ ശേഷം നിങ്ങൾക്ക് നല്ലപോലെ വ്യൂസ് വന്നാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അല്ലാതെ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് കരുതിയിട്ട് അടുത്ത ദിവസം മുതൽ ഒരുപാട് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത്. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ നേരത്തെ എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ, നിങ്ങൾ ബേസ് ക്യാമ്പ് 1 എത്തിയിട്ടുള്ളൂ. ഇനി അവിടുന്ന് 2 പോകണം, 3 പോകണം. ഈ 3ഉം 4ഒക്കെ കയറുന്ന സമയത്താണ് ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു പോകുന്നതും ഒഴിവാക്കിയിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ ഒരു യൂട്യൂബ് ജേണിയിൽ കാണാൻ പറ്റുന്നത്, ഇതുപോലെ പലരും നമ്മുടെ കൂടെ വരും. ഒരു എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി വരുന്നത് പോലെ കൂടെ കുറേ ആൾക്കാർ വരും. പലരും പ്രകൃതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നിർത്തിയിട്ട് പോകും. ഈ മരിച്ചു പോകുന്ന പോലെ കൊഴിഞ്ഞു പോകും. പലരും ഡിപ്രഷനാവും. ചിലവർ മതി, എനിക്ക് പറ്റൂല വെച്ച് തിരിച്ചു പോകും. ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഈ മൗണ്ടൈൻ്റെ സ്റ്റോറിയിലും ഞാൻ കണ്ടത്. കാരണം മുകളിലോട്ട് പോകാൻ ഓരോ ഘട്ടത്തിലും ആളുകൾ എന്ത് ചെയ്യും, കൊഴിഞ്ഞു പോയിട്ട് ചില ആൾക്കാർ മാത്രം എന്തുള്ളൂ, അവസാനം ആ പോയിന്റിലെത്തുള്ളൂ. ഇതേ സാധനങ്ങൾ തന്നെയാണ് യൂട്യൂബിലും. അതായത് നിങ്ങൾ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷനായിട്ട് കൂട്ടാം. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ജേണി എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ തുടങ്ങിയതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിഷ് ഓഡിയൻസ് ബിൽഡ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓഡിയൻസ് ബിൽഡ് ചെയ്യാത്തടത്തോളം കാലം എന്ത് സംഭവിക്കും, നമ്മൾ വീഡിയോ ഇട്ടാൽ എപ്പോഴും പുതിയ ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു മോണിറ്റൈസേഷൻ ആയ ശേഷം 1000, 2000 ആൾക്കാർ മാത്രമാണ് വീഡിയോ കാണുന്നതെങ്കിൽ, അത് പിന്നീട് ഒരു $100 കിട്ടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5, 6, 7 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം എടുക്കും. ഈ ഒരു വർഷത്തോളം നിങ്ങൾ എടുത്തിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആദ്യം മോണിറ്റൈസേഷൻ ആവാൻ എത്ര കഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടി ഡിപ്രഷനാണ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വരിക. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ ആൾക്കാർക്കാണത് മനസ്സിലാവും. അപ്പോൾ നമ്മളൊക്കെ ആ സ്റ്റേജ് കഴിഞ്ഞതാണ്, ഈ സ്റ്റേജ് കഴിഞ്ഞ കുറേ ആളുകളെ കണ്ടതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത്, നമ്മൾ ഈ ക്യാമ്പുകളൊക്കെ കഴിഞ്ഞ് മുകളിൽ പോയി വന്ന ഒരാൾക്കാണ് ഇതിനെക്കുറിച്ച് അറിയുക. അതായത് ഇവരെപ്പോഴും സഹായിക്കുന്നത് ഷെർപ്പകളാണ്. ഈ ഷെർപ്പകൾ പോലെയാണ് നമ്മൾ കുറേ യൂട്യൂബ് ടിപ്സിൻ്റെ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്കിത് കയറി വന്ന പരിചയമുണ്ട്. അതേപോലെ നിങ്ങൾ ഈ ഓരോ സ്റ്റെപ്പിൽ വരുമ്പോൾ സമയത്തും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഭയങ്കരമാണ്.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്തു, മോണിറ്റൈസേഷൻ ആയി എന്ന് കരുതുക. ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നും 10,000 20,000 30,000 വ്യൂസ് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, നമുക്ക് റവന്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുക. അല്ലാതെ നിങ്ങൾക്ക് റവന്യൂ കിട്ടുമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നതല്ല അച്ചീവ്മെൻറ്റ്. അത് നിങ്ങൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. ഇനിയിപ്പോൾ മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ് പൈസ കിട്ടി മുകളിലോട്ടെത്തി നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബിൽ ഭയങ്കര ഫെയിമായിട്ട് മാറിയിരിക്കുക, നല്ല പൈസയും കിട്ടുന്നുണ്ട്, ഫെയിമുമായിട്ട് മാറി. ഇപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫെയിമും ഇതും നിലനിർത്താൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. കാരണം നമ്മളെ പ്രശസ്തിയുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളെ കോണ്ടൻറ്റ് എന്തായിരിക്കണം, ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ വാല്യൂ നൽകുന്ന വീഡിയോസ് തന്നെ നമ്മൾ ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായിട്ട് മാറും. അപ്പോൾ അതൊക്കെ നിലനിർത്താന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, നല്ല പണിയുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോകുന്ന ഒരാൾ എന്തൊക്കെ പരിശീലനങ്ങൾ ചെയ്യും. അപ്പോൾ അത്രയല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയണം, അതുപോലെ തമ്പനെയിൽസ് ഉണ്ടാക്കാൻ അറിയണം, എങ്ങനെയാണ് കൃത്യമായിട്ട് സംസാരിക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ അറിയണം. അപ്പോൾ ഇനിയിപ്പോൾ 2026 കൂടി എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം മാറി. ഇനി പുതിയ ഒരു തുടക്കമായിരിക്കും. അതായത് യൂട്യൂബിലെ മാറ്റങ്ങൾ വന്നു, ആളുകൾ കാണുന്ന രീതി, അവർ ഒരു വീഡിയോനെ വിലയിരുത്തുന്ന രീതി എല്ലാം മാറി വന്നു. അതുകൊണ്ട് പഴയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സക്സസ് ആവാം. സർവോപരി എല്ലാവരും പറയുക മോണിറ്റൈസേഷൻ ആവുക എന്ന് പറയുക കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആളുകൾക്ക് വാല്യൂ കൊടുക്കാൻ തുടങ്ങുക. അതായത് എൻ്റെ വീഡിയോ എന്തിന് ആളുകൾ കാണണം, എൻ്റെ വീഡിയോയിൽ അവർക്ക് എന്ത് കിട്ടും, അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തും, അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കൊടുക്കാവുന്ന ഒരു വീഡിയോ ആണോ, ഒന്നുമില്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണെങ്കിൽ അവരെ ചിരിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ കരയിപ്പിക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇമോഷൻസ് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണോ എൻ്റേത് എന്നുള്ളത് ആണ് ആദ്യം നോക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പിന്നെ ഡേ 1 മുതൽ ഇപ്പം നമ്മൾ മോണിറ്റൈസേഷൻ സക്സസ് ആവും, മോണിറ്റൈസേഷൻ ആവണം നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ 5 6 വീഡിയോസും നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചെയ്താൽ 7ാമത്തെ 8ാമത്തെ 10ാമത്തെ വീഡിയോ 1 lakh 2 lakh കയറിയിട്ട് എന്ത് ചെയ്യും, മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കും. മോണിറ്റൈസേഷൻ ആവാൻ കൂടി 1-2 മാസമേ ആവശ്യമായിട്ട് വരുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം മോണിറ്റൈസേഷനായി, പിന്നെ നെക്സ്റ്റ് ഘട്ടം, പിന്നെ അടുത്ത ഘട്ടം, പിന്നെ അടുത്ത ഘട്ടം, ഇങ്ങനെ നമ്മൾ വളർന്ന് അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് അച്ചീവ്മെൻറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ ബേസ് ക്യാമ്പ് ആയ മോണിറ്റൈസേഷനെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാതെ നിങ്ങളിതിൻ്റെ ഹയസ്റ്റ് എൻഡിൽ, അതായത് എവറസ്റ്റ് കയറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കയറുക എന്നാണല്ലോ, കയറിയാൽ മാത്രം പോരാ, അതുപോലെ ഇറങ്ങി താഴെയും വന്ന് എത്തിക്കഴിഞ്ഞാൽ ആ സക്സസ് ഉണ്ടാവുക പറയാം. അപ്പോൾ യൂട്യൂബിൻ്റെ കേസ് അങ്ങനെ താഴെ ഇറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ തന്നെ നിൽക്കാം. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്നവരൊക്കെ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെ പല ഘട്ടങ്ങളും യൂട്യൂബിലുണ്ട്. മോണിറ്റൈസേഷൻ അല്ല നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപോലെ പൈസയും ഫെയിമും കിട്ടുന്ന രൂപത്തിൽ നല്ല കോണ്ടൻറ്റുകൾ ഇട്ട് നാട്ടുകാരും ആളുകളും അറിയുന്ന രൂപത്തിലുള്ള വലിയൊരു യൂട്യൂബറായിട്ട് മാറുക എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ വരിക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ് സക്സസ് വരിക. നമുക്ക് മറ്റൊരു ഡേറ്റ് കാണാം.